നമ്മളിപ്പോൾ മൂന്നാറാണുള്ളത്. സോ മൂന്നാർ പോകുന്ന വഴിയിലാണ്. രാവിലെ ഞാൻ ആക്ച്വലി വ്ളോഗൊന്നും ചെയ്യുന്നില്ല വീടിൻ്റെ അടുത്തുനിന്ന്, ബിക്കോസ് നിങ്ങൾ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം മൂന്നാർ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് എന്നത്തെ കാലം വന്നതിലും നല്ല അടിപൊളി ഫോഗാണ്. സോ ഈ ഒരു ഫോഗിൻ്റെ ഇവിടെ വെച്ചിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതുകൊണ്ടാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കൈയൊന്നും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ, കൈയൊക്കെ ഇതായിപ്പോയി. സോ ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗായ്സ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ നമ്മളിന്ന് മൂന്നാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറല്ല പോകുന്നത്. ഇന്ന് ആക്ച്വലി നമ്മുടെ കൂടെ എൻഡോർക്ക് 2 എൻഡോർക്കുണ്ട്. ഒന്ന് എൻ്റെ എൻഡോർക്ക്, നമ്മുടെ ഫ്രണ്ടിൻ്റെ എൻഡോർക്കാണ്. നിങ്ങൾ ചിലപ്പോൾ എൻ്റെ വീഡിയോസിൽ ഞാൻ ലാസ്റ്റ് എൻ്റെ വാഗമൺ ട്രിപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു. സോ ഈ ഒരു വണ്ടിയായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ട്രിപ്പ് പോകുന്നത്. സോ എഗെയിൻ ഞങ്ങൾ ഒന്നിച്ച് ട്രിപ്പ് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. സോ ഇന്ന് ഈ പ്രാവശ്യം ഞങ്ങൾ മറയൂരാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ഇന്ന് വഴിയെ പറയാം. സോ ഈ ഒരു വ്യൂവിൽ ലാസ്റ്റ് ടൈം നിർത്തണം എന്ന് ഓർത്തിട്ട് നടന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിർത്തിയിട്ട് ഇവിടെ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ വരെ ഏകദേശം ഒരു 49-50 കിലോമീറ്റേഴ്സ് ഉണ്ട്. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this. എനിവേസ്, ഈ ഒരു ലൊക്കേഷൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാൻ മിസ് ചെയ്ത ലൊക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു ഫുൾ പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മുടെ ചാനലിൽ, മൂന്നാർ റൈഡ്. അത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. സോ ഫുൾ റൂട്ടും കാര്യങ്ങളും. സോ ഇന്നിപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് മറയൂരും വട്ടവടയൊക്കെയാണ്. സോ ലാസ്റ്റ് ടൈം ഞാൻ ഒരുപാട് ലൊക്കേഷൻസ് മിസ് ചെയ്തായിരുന്നു. ആൻഡ് 360 ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് വ്യൂ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യൂസാണ് ഞാൻ കൂടുതൽ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മൾ വേണ്ട RR 310 വീലി അടിച്ച സ്ഥലത്തെത്തി. സോ ഇവിടെയാണ് നമ്മൾ വീലി കാണിച്ചത് പിള്ളേരെ. സോ നമ്മൾ ആക്ച്വലി ഈ റൂട്ടിൽ തന്നെ, ഞാനന്ന് വൈഫുമായിട്ട് വന്നപ്പോഴും ഇങ്ങോട്ട് അധികം ഇതേണ്ട അത് നോക്കി അവിടെ ഒരു രക്ഷയില്ല കേട്ടോ, അമ്മാതിരി വ്യൂ ആണ്. 360 ക്യാമറയിൽ എന്തുമാത്രം റെക്കോർഡ് ആവുന്നുണ്ടെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഞാൻ ആദ്യമായിട്ട് ഇന്നാണ് 360 വെക്കുന്നത്. കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ അല്ലായിരുന്നു. നമ്മുടെ അന്ന് നമ്മൾ മൂന്നാർ പോയ സമയത്താണല്ലോ RR 310 ഡോമിനോറുമായിട്ട് പോയ സമയത്താണെങ്കിലും അന്ന് ഷാനു പുറകിൽ നിന്ന് പിടിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റിൽ നമ്മൾ വെക്കുകയും കാര്യങ്ങളും ചെയ്തു. സോ ഇതിപ്പോൾ നിലവിൽ നമ്മൾ സ്റ്റാൻഡിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ഫ്രണ്ടിൽ. സോ എത്രമാത്രം കറക്റ്റായിട്ട് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. അടിപൊളി ഫോഗുണ്ട്. സോ ഈ വഴി നിങ്ങളെ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. സോ ഞാൻ കാണിക്കാത്ത മോസ്റ്റ്ലി ഭാഗമാണ് ഞാൻ മൊത്തം കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഒരുപാട് റിസോർട്ട്സ് ഉണ്ട്. ഇത് ആക്ച്വലി മൂന്നാർ ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മുമ്പുള്ള സ്ഥലമാണ്. ടു ബി ഹോണസ്റ്റ്, ടു ബി ഫ്രാങ്ക്, നിങ്ങൾക്ക് ഇവിടെ നല്ല അടിപൊളി റിസോർട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും. പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ മറയൂർ പോകാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാനിങ്. പക്ഷേ ഇവിടെ വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അടിപൊളി ക്ലൈമറ്റ്, രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു സ്ഥലത്തു നിന്നൊരു ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? നേരെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കാണാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിൽ ഇതുവരെ ആരും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി പോയി ചെക്കൗട്ട് ചെയ്യുക. എൻ്റെ പൊന്നോ, കോട ഒരു രക്ഷയില്ല കേട്ടോ. ഡെഫിനറ്റ്ലി പോയി നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ചെക്കൗട്ട് ചെയ്യുക. സോ ഫോട്ടോഗ്രാഫ്സ് ഫുള്ള് നമ്മൾ അവിടെ തന്നെ ആയിരിക്കും ഇടുന്നത്. വീഡിയോഗ്രാഫി ഫുൾ നമ്മൾ യൂട്യൂബിലും ഷോർട്സിലും. നമ്മുടെ റീൽസ് ചെയ്യാൻ എനിക്ക് അങ്ങനെ ഒരുപാട് താല്പര്യമില്ല, ആൻഡ് ടു ബി ഹോണസ്റ്റ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്സിലായിരിക്കും കൂടുതൽ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടുക. അതുപോലെ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫ്സ് കാണണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആൻഡ് ബാഗ് ഞാനിപ്പോൾ തൽക്കാലം താഴെ വെച്ചു. കാർബണോയുടെ ബാഗ് നമ്മൾ റീപ്ലേസ് ഒക്കെ ചെയ്ത് പുതിയ സാധനം വന്നു. ദ ക്ലിഫ് റിസോർട്ട് മൂന്നാർ. സോ ഇതിൻ്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല, പണ്ട് വന്നതാണ്. സോ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല, ബട്ട് ഐ എം ഗോണ ട്രൈ. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എന്തായാലും നോക്കാം. വഴി കുറച്ച് മോശമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സ്പീഡിലൊന്നും പോകുന്നില്ല, പതുക്കെ പോകുന്നുള്ളൂ ഗായ്സ്. സോ ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗായ്സ്, ഒരു രക്ഷയില്ലാത്ത അടിപൊളി വ്യൂ ആണ്. സോ നമ്മൾ 360 സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയുണ്ട് ഗായ്സ് വ്യൂ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫുൾ കോടയാണ് കേട്ടോ. കോടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അമ്മാതിരി നല്ല അടിപൊളി കോട. സോ നമ്മൾ ഇതുകൊണ്ടാണ് ഞാൻ 360 എടുത്തത് തന്നെ. കാരണം ഇതുപോലെ അടിപൊളി വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ 360 നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 360 എടുത്തത്.
ചെറിയ വഴിയാണ് നമ്മുടെ വേണ്ട തേയിലത്തോട്ടത്തിൻ്റെ അകത്തേക്കടെ. 360 മാക്സിമം ഹൈറ്റിൽ ഞാൻ കയറി വെച്ചിട്ടുണ്ട്. കോട ഒരു രക്ഷയില്ല, ഫുൾ കോടയാട്ടോ, ഒന്നും കാണത്തില്ല, അതുപോലെ കോടയാണ്. ആൻഡ് വ്യൂ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഡെഫിനറ്റായിട്ട് കമൻറ്റ് ചെയ്ത് പറയുക. ഓ, ഇവിടെ ചെറിയ കട്ടറുണ്ട്. സോ ഈ ഒരു വ്യൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത്. കാരണം ഇവിടെ എനിക്കറിയാം നല്ല പോലെ കോടയായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂവും അതുപോലെ സൂപ്പർ ആയിരിക്കും എന്ന് എനിക്ക് നല്ല പോലെ അറിയാം. ഇനിയിപ്പോൾ തന്നെ ഫ്രണ്ടിലും ഒരു ചെറിയൊരു സ്പോട്ടുണ്ട്. അവിടുത്തെ ആ വ്യൂവും കൂടെ നമ്മൾ കവർ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് പോകുന്നതായിരിക്കും. സോ ലുക്ക് അറ്റ് ദിസ് വ്യൂ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ഗായ്സ്. അമ്മാതിരി അടിപൊളിയായിട്ടുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, വ്യൂവിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഈ പ്രദേശങ്ങളിൽ എവിടെ വന്നാലും ഈ കിട്ടുന്ന ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. ഐ തിങ്ക് കുറച്ചും കൂടെ ഇതിൽ ഹൈറ്റിൽ വെക്കാം, പക്ഷേ ഞാനങ്ങനെ ഒരുപാട് ഹൈറ്റിൽ വെക്കുന്നില്ല. ബിക്കോസ് ഇതൊരു നമ്മുടെ ഇതിൻ്റെ മൗണ്ടിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടം വരെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോഗ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ സംഭവം നല്ലപോലെ തണുപ്പ് മാത്രമല്ല, നമ്മൾ ഇങ്ങോട്ട് വരുന്നേക്കാളും കൂടുതലാണ് ഫോഗ് തിരിച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും. 360 മാക്സിമം ഞാൻ ഹൈറ്റിൽ എന്ന് വെച്ചാൽ ഒരുപാട് ഹൈറ്റിലല്ല, ഒരു മീഡിയം ഹൈറ്റിൽ പൊക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് 360 ആയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, വാൽപ്പാറ ട്രിപ്പിൽ പറഞ്ഞിരുന്നു നമ്മൾ 360 എടുക്കുവാണ്, 360 X3. അതുപോലെ ഇനിയുള്ള വീഡിയോസിലെല്ലാം 360 വീഡിയോസും കൂടെ ഞാൻ ഉൾപ്പെടുത്തും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ 360 വീഡിയോസ് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ തന്നെ ഇത് നോക്കി, ഇതെല്ലാം ഏലത്തിൻ്റെ തോട്ടവും ആണ് ഫുള്ള്. ആ പുറകിൽ നമ്മുടെ ടീയും, ഇവിടെ ഏലവുമാണ് മൊത്തം. പെട്ടെന്ന് തന്നെ പോവുകയാണ്. നമ്മൾ നേരെ ഇനിയിപ്പം മൂന്നാർ ടൗണിൽ നിന്ന് മറയൂരുള്ള റൂട്ടിലോട്ട് നമുക്ക് കയറണം. സോ അതിനുവേണ്ടി നമ്മൾ പോവുകയാണ്. ലെറ്റ്സ് സീ നമുക്ക് എന്തുമാത്രം സമയം എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. എന്തായാലും നമ്മളിപ്പോൾ ആ കയറിയ ഷോർട്ട് കട്ട് വരെ ഇങ്ങനത്തെ റോഡായിരിക്കും, മോസ്റ്റ്ലി അല്ല 99% ഇങ്ങനത്തെ തന്നെ റോഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാർ ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെയാണ് വഴി കാര്യങ്ങളെന്നൊക്കെ, ഞാൻ ഇതുവരെ പോയിട്ടില്ല ആ വഴിയിലൂടെ. എനിവേസ് ലെറ്റ്സ് സീ ഗൈസ്, നമുക്ക് എന്തായാലും നോക്കാം. ഇന്ന് കംപ്ലീറ്റ്ലി ന്യൂ റൂട്ടാണ്. അപ്പം മാക്സിമം കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് ബെൽ നോട്ടിഫിക്കേഷൻ ഓണാക്കിയിട്ട് അതുപോലെ മാക്സിമം ആയിട്ട് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുമെന്ന് കരുതുന്നു. നമുക്ക് നേരെ മൂന്നാർ ടൗണിൽ കാണാം ഗൈസ്. സോ ഗൈസ്, ദേ ലാസ്റ്റ് ടൈം കാണിച്ച വ്യൂ ആയതുകൊണ്ടാണ് ഒരുപാട് ഞാൻ ഷൂട്ട് ചെയ്യാത്തത്. ദേ ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു പോയിന്റിലെത്തി. സോ ഞാൻ ആക്ച്വലി ഇവിടെ വന്നത് നമ്മുടെ ചോക്ലേറ്റ് മേടിക്കാനാണ്. പ്ലാനറ്റ് കൊക്കോയിൽ നല്ല ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ്സ് കിട്ടും. സോ ഇവിടുന്ന് കുറച്ച് ചോക്ലേറ്റ് വീട്ടിലേക്ക് മേടിക്കുന്നു, എന്നിട്ട് ഇവിടുന്ന് റാപ്പ് ചെയ്യുന്നു. സോ ആ കടയിൽ കയറിയിട്ട് ഒരു കോഫിയും കൂടെ കുടിച്ചിട്ട് മസാല ചായയും കൂടെ കുടിച്ചിട്ട് വിടുന്നു ഗൈസ്. നമ്മൾ ഫൈനലി മൂന്നാർ ടൗൺ എത്തി. സോ ഇതാണ് പൈൻ ഫോറസ്റ്റ്, ഇവിടുത്തെ പൈൻ വാലി എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന മറയൂർക്കാണ്.
സോ ഇതിന് ശേഷമുള്ളതെല്ലാം എനിക്ക് പുതിയ റൂട്ടാണ്, ഞാൻ ഇതുവരെ പോയിട്ടില്ല. പണ്ടെങ്ങാണ്ട് കൊച്ചിലെ പോയതാണ്, അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഇതുവരെ പോയിട്ടില്ല. സോ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റൂട്ട്സ് എല്ലാം എനിക്ക് പുതിയതാണ്. ഹോപ്പ്ഫുള്ളി ഞാൻ തന്നെ Insta 360 കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൂന്നാർ ടൗണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, Insta 360 ഞാൻ ഇന്നാണ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം എത്രമാത്രം ക്ലിയർ ആയിട്ട് വന്നു, കാര്യങ്ങളായിട്ട് വന്നു എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എല്ലാം കറക്റ്റായിട്ട് വന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് നമുക്കിനിയിപ്പം ഫുഡ് കഴിക്കണം. അപ്പം എന്തായാലും ഇപ്പം നിലവിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ആലോചിക്കുന്നത് കുറച്ചങ്ങ് ചെന്നിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിലാണ്. മറയൂർക്കുള്ള വഴിയിലോട്ട് തിരിഞ്ഞു. ഇവിടുന്ന് മറയൂർ കാന്തല്ലൂർ സ്ട്രെയിറ്റ് ആണ്. സോ മറയൂർ നമുക്ക് ഇവിടുന്ന് 40 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ആൻഡ് ഇങ്ങോട്ടുള്ള വഴി, ഇങ്ങോട്ട് കയറിയപ്പോഴുള്ള വഴി എനിക്ക് പുതിയതാട്ടോ ഗൈസ്. കാരണം ഞാൻ ഇതുവരെ ചെറുപ്പകാലത്ത് പേരൻസിൻ്റെ കൂടെ പോയതല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ഇതിലെ പോകുന്നത്. ആൻഡ് ടു ബി ഹോണസ്റ്റ്, വഴി അടിപൊളിയാണ്, വ്യൂസും അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തായാലും എനിക്ക് ഉണ്ടല്ലോ, നമ്മൾ ലാസ്റ്റ് ടൈം 2 പ്രാവശ്യം ഗ്യാപ്പ് റോഡിൽ കൂടെയാണ് അടിച്ചു പൊളിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെയിം റൂട്ട് തന്നെ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുപ്പാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെറൈറ്റി ട്രൈ ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് റോഡ് കണ്ടീഷൻ എങ്ങനെയാണെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ കയറിയപ്പോൾ നല്ല വഴിയാണ്, വലിയ കുഴപ്പമില്ല, നല്ലപോലെ വഴി പണിതിട്ടുണ്ടെന്നാണ് നമ്മൾ പുറകെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമുക്ക് പഴയ ഒരു ട്രാക്ടർ പോകുന്നു. സോ വ്യൂവും അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ക്യാമറ എത്രത്തോളം ക്യാപ്ചർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇനിയിപ്പോൾ നിലവിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്റ്റോപ്പ് എടുക്കണം എന്നോർത്താണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നിലവിൽ ഏതെങ്കിലും അടുത്ത് കാണുന്നൊരു ഹോട്ടലിലോ എല്ലാം കയറി നല്ലപോലെ ഫുഡ് കഴിക്കണം. ഈ റൈറ്റ് സൈഡിലെ വ്യൂ ഒക്കെ അടിപൊളിയാണ്. നമുക്കൊരു വഴിയുടെ ഏകദേശം ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് കയറി പോകാനുള്ള ഒരു ഇതുണ്ട്. ലെറ്റ്സ് സീ, എന്തായാലും നമുക്ക് കയറി പോവാം. കാരണം പുറകെ നിന്നാലും കാര്യം നടക്കില്ല. സോ ഇങ്ങോട്ടുള്ള റൂട്ട് കംപ്ലീറ്റ്ലി എനിക്ക് പുതിയതാട്ടോ ഗൈസ്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ സോ ഫാർ സോ ഗുഡ്. നമ്മൾ വീട്ടിൽ നിന്ന് 147.4 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചു ഇന്ന് രാവിലെ. സോ വെളുപ്പിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4:45 നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്, 4:45 ഫ്രം കുറവലങ്ങാട്. ആൻഡ് ഇപ്പോൾ സമയം ഏകദേശം 9:48. നമ്മൾ പിന്നെ റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെയാണ് പോകുന്നത്. അങ്ങനെ ഒരുപാട് നമ്മൾ എന്താ പറയുക, അങ്ങനെ വലിച്ചു നീട്ടി അങ്ങനെ പോകുന്നൊന്നുമില്ല. നമ്മൾ മാക്സിമം റെസ്റ്റൊക്കെ എടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം ഒരുപാട് അങ്ങനെ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ തന്നെ മടുക്കും. പിന്നെ രാവിലത്തെ സമയമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളുമാണ്. പിന്നെ എനിക്ക് വലിയ കുഴപ്പമില്ല, എന്നാലും എൻ്റെ കൂടെ റിൻസ് ഉണ്ട്. അപ്പോൾ റിൻസിന് ആക്ച്വലി ഈ ഇങ്ങനത്തെ ക്ലൈമറ്റ് ചേഞ്ച് പെട്ടെന്ന് നടക്കുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവന് വേണ്ടിയിട്ടും കുറേ ബ്രേക്കൊക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് നമ്മൾ കൂടെ വരുന്ന ആൾക്കാരുടെയും കൂടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1-2 കോഫിയൊക്കെ കുടിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സോ നമ്മൾ റിലാക്സ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ മാക്സിമം നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റുന്നത്രയും നമ്മൾ പോകുന്നുമുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് നമ്മൾ റൈഡ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ വിട്ടടിച്ച് പോവുക, പുറകെ വരുന്ന ആളുടെ കാര്യങ്ങൾ നോക്കാതിരിക്കുക, അങ്ങനെയൊന്നുമില്ല. ലാസ്റ്റ് ടൈം ഞാൻ വാൽപ്പാറ പോയപ്പം എങ്ങനെയായിരുന്നു തണുപ്പ്, അതുപോലെ തന്നെയാണ്, അതിനേക്കാളും കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം ഉള്ള തണുപ്പാണ് ഇവിടെ. ആൻഡ് വാൽപ്പാറ ഇവിടെ നിന്നാണ്ട് അടുത്തുമാണ് കേട്ടോ. അതുപോലെ ചെറുതായിട്ട് ഡ്രിസ്ലിംഗ് ഉണ്ട്, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് പറയുവാണെങ്കിൽ നല്ല അടിപൊളി തണുപ്പ് ഗൈസ്, നെക്സ്റ്റ് ലെവൽ തണുപ്പ്. ഒരു രക്ഷയില്ല. കോട നോക്കിയാൽ ഗായ്സ് എന്തുമാത്രം കോടയാണെന്നറിയാമോ, ഒരു രക്ഷയില്ല. നല്ല പോലെ തണുക്കുന്നുണ്ട്. ആൻഡ് ഐ ഹോപ്പ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എവിടെയെങ്കിലും കയറണം എന്നുള്ളൊരു പ്ലാനാണ്, എന്നിട്ട് സ്റ്റോപ്പ് എടുക്കാം എന്നുള്ളൊരു പ്ലാനിങ് ആണ്. പക്ഷേ ഐ തിങ്ക് അതിന് മുമ്പേ സ്റ്റോപ്പ് എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അതുപോലെ തണുപ്പാണ് കേട്ടോ ഗായ്സ്, ഒരു രക്ഷയില്ല. അതുപോലെ ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, അടുത്ത ഏത് ഹോട്ടൽ കാണുന്നോ അവിടെ ഞാൻ കയറാൻ പോവാണ്. ബാക്കി നമുക്ക് പിന്നെ നോക്കാം ഗൈസ്. എന്തായാലും പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക, ഞാൻ 360യുടെ മാത്രമായിട്ട് ഒരു വീഡിയോ സെറ്റ് ചെയ്യട്ടെ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ഇപ്പോൾ എടുത്ത ഫുൾ 360 വ്യൂസ് ഒരൊറ്റ വീഡിയോയിൽ കമ്പൈൻ ചെയ്ത് മ്യൂസിക്കോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ അങ്ങനെ ഒരു വീഡിയോ സെറ്റ് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ വീഡിയോയിൽ കൂടാതെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് 360യുടെ വീഡിയോ മാത്രമായിട്ട്. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഓ ഫുൾ കോട നിറഞ്ഞ് അടിപൊളി. എടാ വണ്ടി ഓഫ് ചെയ്യടാ.
ഫുള്ള് കോടയാണ്. ആൻഡ് കോടയുടെ വെള്ളം ഫുള്ള് മുഖത്തോട്ട് അടിച്ചിട്ടുണ്ടല്ലോ, നല്ല അടിപൊളി തണുപ്പ്. സോ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല, അപ്പോൾ എന്നാൽ പിന്നെ ഫുഡും കഴിക്കാം, ഒരു 2 മിനിറ്റ് നിൽക്കുക എന്നുള്ള രീതിയിൽ ഇവിടെ നിന്നാണ്. സോ ഒരു രക്ഷയില്ല കേട്ടോ. കോടയുടെ ഉണ്ടല്ലോ ഡയറക്റ്റ് തണുത്ത വെള്ളം ഇങ്ങനെ അടിച്ച് കയറുന്നു ഗൈസ്. ഒന്നും കാണത്തില്ല, വിസിബിലിറ്റി 0 ആണ്. യെല്ലോ ലൈറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഒരു കിണ്ടിയും കാണത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ ലെൻസ് ഒന്ന് ക്ലീൻ ചെയ്തോട്ടെ. സോ ഇതാണ് ഇവിടുത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ. ആണ് ഇവിടുത്തെ വഴിയുടെ അവസ്ഥ. ഗൂഗിൾ ആൻറ്റി പറഞ്ഞപ്പോൾ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഫുൾ കോട, വഴിയൊന്നും കാണത്തില്ല. ഓ മൈ ഗോഡ്. ആൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തണുപ്പ്, എല്ലാം കൂടെ കൂടി മിക്സ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ്. സോ ഐ തിങ്ക് പിന്നെ 360 ചാർജ് കഴിഞ്ഞു, അപ്പോൾ ഞാനത് കാരണം എടുത്തു വെച്ചു. കാരണം ഇന്നലെ ഞാൻ ചാർജ് ചെയ്യാൻ വിട്ടുപോയി, അപ്പോൾ നമ്മുടെ പവർ ബാങ്കിൽ ഞാൻ എടുത്തു വെച്ചു. ഒരു രക്ഷയില്ലാത്തൊരു ക്ലൈമറ്റ് തൊട്ടോ ഗൈസ്, ഒരു രക്ഷയില്ല. വിസിബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്, ഒരു കിണ്ടിയും കാണത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു 40-ന് മുകളിൽ പോകുന്നതും റിസ്ക് ആണ്. ഞങ്ങൾ ഡബിൾ സിഗ്നൽ എല്ലാം ഇട്ടിട്ട് തന്നെയാണ് പോകുന്നതും. ഓ ബസ് വരുന്നുണ്ട്, ബസ്സുകാർ ചേർത്തേ വരുവുള്ളൂ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വഴി ചെറുതാണ്. ആൻഡ് വിസിബിലിറ്റി ഈസ് ലൈക്ക് 0 ഗൈസ്, 0 വിസിബിലിറ്റി ആണ്. സോ യെല്ലോ ലൈറ്റ്സിൻ്റെ സത്യം പറഞ്ഞാൽ അത്യാവശ്യം ഇവിടെയായിരുന്നു, പക്ഷേ നമ്മളല്ല യെല്ലോ ലൈറ്റ്സ് നേരത്തെ ഉണ്ടായിരുന്ന ഊരി വെച്ചു. ലുക്ക് അറ്റ് ദിസ് റോഡ് ഗൈസ്. അടിപൊളി തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. അയ്യോ, ഇനിയിപ്പോൾ നിലവിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വട്ടവടയാണ്. RS 200 ഒരു രക്ഷയില്ല കേട്ടോ. അമ്മാതിരി അടിപൊളി എന്ന് പറയണം, അല്ല അടിപൊളി റൂട്ട്, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് കമൻറ്റ് ചെയ്ത് പറയുക ഗൈസ്. എന്തായാലും നോക്കട്ടെ, കുറച്ച് കഴിഞ്ഞുള്ളൂ, കാരണം കൈയൊന്നും അനങ്ങുന്നില്ല. ഒന്നും കാണത്തില്ല ഗൈസ്, ഒരു സംഭവം കാണത്തില്ല. അവിടെ ബസ് കിടപ്പുണ്ടോന്നോ എനിക്ക് തോന്നുന്നു. ഒരു സാധനവും കാണത്തില്ല, അമ്മാതിരി കോടയും കാര്യങ്ങളാണ്, ഒരു സാധനം കാണത്തില്ല. ഞങ്ങൾ താഴെ വന്നപ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവുമെന്ന് കരുതി, പക്ഷേ സെയിം ഇതിലാണ് നിൽക്കുന്നത്, ഒന്നും കാണാൻ പറ്റുന്നില്ല. അതുപോലത്തെ പിന്നെ ഇപ്പോൾ കുറച്ച് കാണാം, പക്ഷേ ഫുള്ള് കോടയാണ്. സോ ഒരു ഐഡിയ ഇല്ല കേട്ടോ, നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയും കിട്ടുന്നില്ല. പക്ഷെ മാക്സിമം നമ്മളും സ്പീഡിലെത്താനുള്ളൊരു കാര്യങ്ങൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അതുമാതിരി നമ്മൾ വേണ്ട എബോവ് MSL 5500 ഫീറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ 7000 അടിയിലായിരുന്നു, ഇപ്പോൾ 5500 വന്നു. പക്ഷേ ഫോഗ് നെക്സ്റ്റ് ലെവലാണ്. സോ നെക്സ്റ്റ് ലെവൽ ഫോഗാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ വണ്ടികൾ ഇവിടെ ഉണ്ട്. ആൻഡ് ഇനിയും നമുക്ക് ഏകദേശം ആസ് പെർ ഗൂഗിൾ 23 കിലോമീറ്റർ 45 മിനിറ്റ്സ് ആണ് കാണിക്കുന്നത്. സോ ഒരുപാട് നിൽക്കാതെ നമുക്ക് വിടാം, എന്തായാലും കാണാം. നോക്കട്ടെ എന്താ അവസ്ഥ എന്നറിയത്തില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ. കുറച്ചൊക്കെ ഏകദേശം കാണാവുന്ന രീതിയിലായിട്ടുണ്ട്, ബട്ട് എന്നാലും വളവിലൊക്കെ നല്ല രീതിയിൽ ഫോഗും ഉണ്ട്. ഈ ഒരു വഴിയിൽ ഒരു രക്ഷയില്ല ഗൈസ്. അമ്മാതിരി തണുപ്പെന്ന് പറഞ്ഞാൽ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഫോഗ് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് ഡ്രിസലിങ് വെള്ളം കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തണുപ്പുണ്ട്. അയ്യോ, ഒരു രക്ഷയില്ലാട്ടോ ഗൈസ്. ഞാൻ എൻ്റെ റെയിൻ അകത്തുണ്ട്, പക്ഷേ ഞാനത് എടുക്കാനൊരു മടി. പൊന്നു പോയി, ഇങ്ങനെയൊക്കെയാണ് കൊണ്ട് നിർത്തുന്നത് വണ്ടി, അതും വളവിൽ. ആ കടയുടെ അവിടെ നിർത്തിയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. വളവെന്നൊക്കെ പറഞ്ഞതുണ്ടോ, അയ്യോ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി തണുപ്പ്. എന്തായാലും മാക്സിമം നമ്മൾ ഇവിടെ ആയപ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല ഗൈസ്, ഒരു സാധനം കാണത്തില്ല. അതുപോലെ ആണ് വഴി ഇതുപോലെ ആണെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പോഴും നല്ല രീതിയിൽ ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. കാരണം ഇത് നോക്കി, ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒന്നുകൂടെ ഫോഗായി. ക്യാമറ ക്ലീൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്, നല്ല അടിപൊളി. നിങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടല്ലോ ഇവിടെ വരുന്ന മാക്സിമം പതുക്കെ സൂക്ഷിച്ച് ഓടിക്കുക കേട്ടോ.
സോ ഗായ്സ്, വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സോ നിങ്ങൾ വഴി കണ്ടല്ലോ, ഒന്നും കാണത്തില്ല കേട്ടോ, ഒരു സംഭവം കാണത്തില്ല. നമ്മുടെ വഴിയുടെ അങ്ങറ്റത്തോട്ട് ചെല്ലുമ്പോഴായിരിക്കും എന്തെങ്കിലും ഉണ്ടോയെന്ന് തന്നെ നമ്മൾ അറിയുന്നത്. അമ്മാതിരി വഴി ഗായ്സ്. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു കണ്ടീഷനും. ഞാൻ നിലവിൽ നമുക്കിപ്പോൾ എങ്ങനെ കണ്ടീഷൻ വരുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, എങ്ങനെ വരും എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സോ ഇതൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാലേ നമ്മൾ പഠിക്കുകയുള്ളൂ. സോ ഇപ്പം ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യം മീൻസ് എൻ്റെ ചൈൽഡ്ഹുഡിൽ വന്നതിന് ശേഷം ഞാനിവിടെ ഞാൻ സ്വന്തമായിട്ട് ആദ്യമായിട്ടാണ് വരുന്നതെന്ന് വിചാരിച്ചു. ഇനി നിലവിൽ ഒരു റൈഡ് പ്ലാൻ ഇട്ടു. ഓക്കെ, ലെറ്റ്സ് ഗോ. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ ഓടിച്ച് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ അറിയാനും പറ്റും. ഇനിയിപ്പോൾ നമ്മൾ പാതിരാത്രിക്ക് വന്നാലും വിഷയമുള്ള കേസല്ല. പക്ഷേ ഉണ്ടല്ലോ, ക്ലൈമറ്റ് ഗായ്സ് ഒരു രക്ഷയില്ല കേട്ടോ. എന്തോ അടിപൊളി ക്ലൈമറ്റ്, ഒന്നും കാണത്തില്ല, പക്ഷേ ഒരു രക്ഷയില്ല. സോ ഇത്രയും ഫോഗിൽ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി. ബട്ട് ഗായ്സ്, we will do it. So drive carefully. നോക്കേ, സൈഡിൽ ഫെൻസാണ്, കൊക്കയാണ് ഗൈസ്. ലുക്ക് അറ്റ് ദെയർ. എനിക്കും മൊത്തത്തിലൊന്നും കാണത്തില്ല, ഫോഗ് നിൽക്കുന്ന കേട്ടോ, ഫുള്ള് ഫോഗ്. സോ ഗൈസ്, ഫൈനലി നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്താണ്. ബിക്കോസ് ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്, ഫുൾ കോട, അതിൻ്റെ ഇടയ്ക്കേക്കുള്ള റൈഡ്, ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് അമേസിങ്. ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ കേട്ടോ. Just wish he knew. ത്രീ 360 വീഡിയോ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഫോഗും കാര്യങ്ങളും പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഗോപ്രോയിൽ എന്തുമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല. ആ കാര്യത്തിൽ ഇൻസ്റ്റാ 360 ആണ് ബെറ്റർ കുറച്ചുകൂടെ. ആൻഡ് ടു ബി ഹോണസ്റ്റ്, ഒരുപാട് ഇത് ചെയ്തിട്ടാട്ടോ നമ്മളിവിടെ വീഡിയോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. കാരണം ഇതുപോലൊരു സ്ഥലത്ത് വന്ന് നമ്മൾ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇത്രയും ഫോഗിൻ്റെ അകത്തേക്കടെ ഇത്രയും മിസ്റ്റിൻ്റെ അകത്തേക്കടെ നമ്മൾ വീഡിയോ എടുത്ത് ലാലാ പാടി നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ പലർക്കും വീഡിയോ കാണുമ്പോഴത്തേക്കും തോന്നും അയ്യോ ദിസ് ഈസ് എ പീസ് ഓഫ് എ കേക്ക് എന്ന് തോന്നും. പക്ഷേ അങ്ങനെയല്ല. ശരിക്കും നിങ്ങളൊരു തവണ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീലിങ്സും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ള വഴിയെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങനെ സ്പീഡിൽ പോകാൻ പറ്റുന്ന വഴിയും കാര്യങ്ങളൊന്നുമല്ല. സോ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ശ്രദ്ധിച്ച് തന്നെയാണ് പോകുന്നത്. ഇനിയിപ്പോൾ നിലവിൽ ഞാൻ ലൊക്കേഷൻ ഇട്ടെടുത്തൊരു 4.6 കിലോമീറ്റർ, അറൗണ്ട് 5 കിലോമീറ്റേഴ്സും കൂടി ഉണ്ട്. എന്താ പറഞ്ഞാലും അടിപൊളിയായിരുന്നു കേട്ടോ ഗായ്സ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. സോ ലാസ്റ്റ് ടൈം ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഗോപ്രോ എല്ലാം സെറ്റ് ചെയ്തു, കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ആൻഡ് നോർമലി എനിക്ക് ഇത് മേടിക്കണമെന്ന് എനിക്ക് നേരത്തെ മുതൽ കാര്യങ്ങൾ പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നാമത്തെ കാര്യം, നമ്മുടെ യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും അങ്ങനെ ആയിട്ടൊന്നുമില്ല. അപ്പോൾ മാക്സിമം കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്
മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മാക്ബുക്ക് പ്രോ എടുത്തു, ലാപ്ടോപ്പ് എടുത്തു. അപ്പം എല്ലാം ഓരോരോ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾ മാക്സിമം കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ഒരു സങ്കടമാവും ഗൈസ്. കാരണം എൻ്റെ എല്ലാ വീഡിയോസിനും നല്ല രീതിയിൽ വ്യൂസ് ഉണ്ട്. 5000, 10000, അതുപോലെ തന്നെ ഇപ്പോൾ 1,00,000 വ്യൂസുള്ള ഇതുണ്ട്. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നത്, കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾ ഇതുപോലെ തന്നെ ഒരുപാട് ഇനിയും ട്രാവൽ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കതൊരു എനർജി ആയിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു പ്രത്യേക ഒരു എനർജിയും വൈബും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സോ നമ്മളിനിയിപ്പോൾ നേരെ ഇതിന് ശേഷം ഉള്ള അടുത്ത ലൊക്കേഷൻ ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. ബിക്കോസ് നമ്മളവിടെ ചെന്നിട്ട് വേണം അടുത്ത ലൊക്കേഷൻ്റെ കാര്യങ്ങൾ. നമുക്ക് 2 റൂട്ട് മനസ്സിലുണ്ട്. അപ്പോൾ അവിടെ ആരെങ്കിലും ലോക്കൽസിനോട് ചോദിച്ചിട്ട് വേണം പ്ലാനിങ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് എന്തായാലും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മൾ മറയൂർ ടൗൺ എത്തിയിരിക്കുകയാണ്. സോ ഫസ്റ്റ് എനിക്കിവിടെ ഒരു ATM ഒന്ന് കയറണം. കാരണം ഇവിടെ മോസ്റ്റ്ലി ആരുടെ കയ്യിലും ഇതില്ല. അതായത് നമ്മൾ ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലം കേട്ടോ ഇത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒന്ന് ATM ഒന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടികൾ. എന്തായാലും നമ്മളെ വീട്ടിൽ നിന്ന് 186.1 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. സോ മറയൂർ നമ്മൾ ടൗണിലെത്തി ഗൈസ്. ഇനിയിപ്പോൾ നിലവിലെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പെട്ടെന്ന് തന്നെ അറിയിക്കാം.